എന്തൊരു പാരമ്പര്യ നിങ്ങളുടേത്. സാധാരണ പാരമ്പര്യമായി BP വരും, ഷുഗർ വരും. പക്ഷെ നിങ്ങൾക്ക് പാരമ്പര്യമായി സെറ്റപ്പ് ആണല്ലോ വരുന്നത്. നോക്കൂ, എന്റെ അച്ഛൻ ഡോക്ടറായിരുന്നു, അതുകൊണ്ട് ഞാനും ഡോക്ടറായി. പാരമ്പര്യം നിലനിർത്തി. നിന്റെ അച്ഛന് സെറ്റപ്പ് ഉണ്ടായിരുന്നു, നിനക്കും ഇപ്പൊ സെറ്റപ്പായി. എന്തായാലും അച്ഛന്റെ മകൻ തന്നെ. അതെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. ഇവള് ഗർഭിണിയാണ്. ആ, കൺഗ്രാറ്റ്സ്. നല്ല കുട്ടി ജനിക്കട്ടെ. അല്ല, ഇപ്പോ ഈ കുഞ്ഞ് വേണ്ടെന്ന. ഓഹോ, അബോഷനാ? എന്താ, നിങ്ങൾ രണ്ടുപേരും ആലോചിച്ചെടുത്ത തീരുമാനമല്ലേ? ശരി, നിങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം അതാണെങ്കിൽ ഞാനിപ്പോ അതിനെ കുറിച്ച് എന്തു പറയാനാ? ഇയാൾ അകത്തേക്ക് ചെല്ല്. സിസ്റ്റർ, ഇയാളുടെ BP ഒന്ന് ചെക്ക് ചെയ്യേ. ചെല്ല്. ഭാര്യയൊക്കെ സുഖമല്ലേ? അവളും ഗർഭിണിയായിരിക്കുക. അമ്മോ, ഏതായാലും നീ സോഷ്യലിസം നടപ്പിലാക്കിയിരിക്കുന്നു. മുതലാളിമാരായാലും ഇങ്ങനെ വേണം. ഇരിക്കേ ഇരിക്കേ. കൺഗ്രാറ്റ്സ്. എന്തായി ഡോക്ടർ? എന്ത് ചെയ്യാനാ, കുട്ടി ചവിട്ടി തൊഴിക്കുന്ന പരുവത്തിൽ വളർന്നു. ഇനി അബോർഷൻ ചെയ്യാൻ പറ്റില്ല. നോക്ക് രാജേന്ദ്ര, ഇപ്പൊ നിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. ഈ അവസ്ഥയിൽ അബോർഷൻ ചെയ്താൽ അവളുടെ ജീവൻ തന്നെ അപകടത്തിലാണ്. അവൾ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? ജീവിതത്തിൽ നിന്നും വ്യഭിചാരത്തിലേക്ക് തള്ളിവിട്ട എന്നെ രക്ഷിച്ചത് അദ്ദേഹമാണ്. അവരുടെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ഇടം തന്നു, ജീവിക്കാനുള്ള മാർഗവും കാണിച്ചു തന്നു. ഞാൻ കാരണം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഈ കുഞ്ഞു കാരണം അദ്ദേഹം അപമാനിക്കപ്പെടരുത്. അതിനു വേണ്ടി എന്റെ ജീവൻ നൽകാൻ വരെ ഞാൻ തയ്യാറാണ് ഡോക്ടർ. ദയവായി അബോർഷൻ ചെയ്തു തരണം. സിന്ധു, ഞാനൊരു തീരുമാനത്തിലെത്തി. നീ കുഞ്ഞിനെ പ്രസവിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇതാണ് എന്റെ തീരുമാനം.